ഏറ്റവും സ്നേഹാധീനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പൂർണ്ണതയായിക്കൊണ്ട് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനായത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിശ്വാസത്തിലും കുഫറിലുമായിരുന്ന ഒരു ജനതയിലേക്കായിരുന്നു. പ്രവാചകന്മാരെല്ലാവരും സന്മാർഗത്തിലേക്ക് വഴികാണിച്ച മഹാന്മാരായ പ്രവാചകന്മാരാണ്. സാംസ്കാരിക രംഗത്തും ധാർമ്മിക രംഗത്തും മനുഷ്യരുടെ എന്തെല്ലാം പുരോഗതിയുണ്ടോ, അടിസ്ഥാനപരമായി നാളെ പരലോകത്ത് രക്ഷപ്പെടുവാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം പഠിപ്പിക്കുവാനും ജനങ്ങളെ ഉത്ബുദ്ധരാക്കുവാനും വേണ്ടിയാണ് ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യമെന്ന് വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ അതിലെ 73-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ പ്രവാചകന്മാരുടെ ദൗത്യമെന്ന് പറയുന്നത് വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ, അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന നേതാക്കളാക്കി ആ പ്രവാചകരെ. വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ്സലാത്തി വഇതാഅസ് സക്കാ, നമ്മുടെ ദിവ്യ സന്ദേശം അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ വഹി അനുസരിച്ചുകൊണ്ട് നന്മയുള്ള എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുവാനും നമസ്കാരം കൃത്യമായും സക്കാത്ത് വീട്ടുവാനും ആ പ്രവാചകന്മാരെ നാം ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് അവർക്കുള്ള നേതാക്കന്മാരാക്കിയെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എല്ലാ പ്രവാചകന്മാരും നന്മ ഉപദേശിക്കുക മാത്രമായിരുന്നില്ല, തിന്മയെ അരുതേ എന്ന് പറഞ്ഞവരുമായിരുന്നു. തൗഹീദ് ജനങ്ങളിലേക്ക് പഠിപ്പിക്കുന്നതോടൊപ്പം ശിർക്ക് എന്താണെന്ന് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയും അതിനെതിരെ ശക്തമായ പ്രബോധനം നടത്തുകയും ചെയ്ത സമൂഹമായിരുന്നു അമ്പിയാക്കന്മാർ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയ അതിലെ 24-25 ആയത്തുകൾ അമ്പിയാക്കന്മാരുടെ പ്രബോധനമാണ് റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അമിത്തഖദൂ മിൻ ദൂനിഹി ആലിഹത്തൻ, ഇതെല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യമായിരുന്നു. അള്ളാഹുവിന് പുറമേ വല്ല ഇലാഹുകളെയും നിങ്ങൾ സ്വീകരിക്കുകയാണോ? അള്ളാഹുവിങ്കലേക്ക് അടുക്കുവാനായി വല്ല ഇടയാളന്മാരെയും നിങ്ങൾ സ്വീകരിക്കുകയാണോ? ഇത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരെല്ലാവരും സമൂഹത്തോട് ചോദിച്ചിരുന്നതാണ്. അമിത്തഖദൂ മിൻ ദൂനിഹി ആലിഹത്തൻ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ഏതെങ്കിലും ഇലാഹുകളെ, ആരാധ്യന്മാരെ നിങ്ങൾ സ്വീകരിക്കുകയാണോ? എങ്കിൽ ഖുൽ ഹാത്തു ബുർഹാനക്കും, പ്രവാചക അവരോട് പറയുക, അള്ളാഹുവിലേക്ക് അടുക്കുവാനായി വല്ല ഇലാഹുകളെയും സ്വീകരിച്ചിരിക്കുന്ന ഇവരോട് താങ്കൾ ചോദിക്കുക തെളിവ് കൊണ്ടുവരുവാൻ. അള്ളാഹു എന്തെങ്കിലും തെളിവുകൾ അതിനു വേണ്ടി സമർപ്പിച്ചുവോ? വേദഗ്രന്ഥങ്ങളിൽ കൂടി അള്ളാഹു എന്തെങ്കിലും പഠിപ്പിച്ചുവോ എന്ന് അവരോട് ചോദിക്കുക പ്രവാചക. എന്നിട്ട് പ്രഖ്യാപനം അവരോട് നടത്തുക. ഹാദാ ദിക്റും മഅയ വദിക്റു മിൻ ഖബലി, ഇതാണ് ഉത്ബോധനം. ഇത് എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവരുടെയും ഉത്ബോധനമാണ്, എനിക്ക് മുമ്പുള്ളവരുടെയും ഉത്ബോധനമാണിത്. അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹുകളും ഇല്ല എന്നും അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ട് വരിക എന്ന് ചോദിക്കേണ്ടത് അമ്പിയാക്കന്മാരുടെയും കൂടെയുള്ളവരുടെയും ബോധനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ്, ഈ സത്യം അധികം ആളുകളും അംഗീകരിക്കുന്നില്ല.
അധികം ആളുകളും മനസ്സിലാക്കുന്നില്ല ഈ യാഥാർത്ഥ്യത്തെ. ഫഹും മുഅ്രിദൂൻ, അവർ ഇതിനെ തൊട്ട് മാറിപ്പോകുന്നവരാണ്. ഈ സത്യം എന്തെന്ന് ഉൾക്കൊള്ളാതെ അവർ വിട്ടുകളഞ്ഞു പോകുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 25-ാമത്തെ ആയത്തിൽ, അതേ അധ്യായത്തിൽ പ്രവാചകന്മാരുടെ ദൗത്യം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. പ്രവാചക, താങ്കളും താങ്കൾക്ക് മുൻപുള്ള പ്രവാചകന്മാർക്കും നാം നൽകിയ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഥവാ അല്ലാഹ് അല്ലാത്ത ഒരാളെയും ഇബാദത്ത് ചെയ്യുവാനോ അല്ലാഹ് അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കുവാനോ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മുടെ സന്ദേശം. എല്ലാ പ്രവാചകന്മാർക്കും നാം നൽകിയ ബോധനം അതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതെന്തിനു വേണ്ടിയാണ്? ഈ പ്രവാചകന്മാരെല്ലാവരും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും നരകത്തെക്കുറിച്ചുള്ള താക്കീതുമായിട്ട് സമൂഹത്തിലേക്ക് വന്നത് എന്തിനാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൂറത്തുൻ നിസായിലെ 165-ാമത്തെ ആയത്തിൽ, മനുഷ്യർ റബ്ബിനോട് ഒരു ഉദുർ പറയരുത്. അല്ലാഹ്, ഞങ്ങൾക്ക് വന്നില്ലല്ലോ പ്രവാചകന്മാർ, സത്യദീൻ കൊണ്ടും അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചും സ്വർഗത്തിൻ്റെ സന്തോഷ വാർത്തയെക്കുറിച്ചും അറിയിക്കുവാനുള്ള ദൂതന്മാർ ഞങ്ങൾക്ക് വന്നില്ലല്ലോ എന്ന് റബ്ബിൻ്റെ അടുക്കൽ ഒരു കാരണം ബോധ്യപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയാണ് അമ്പിയാക്കന്മാരെ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ കൂടി റഹ്മാനായ റബ്ബ് നിയോഗിച്ചത് എന്ന് ഖുർആൻ പറയുകയാണ്. ലഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുൽ. ജനങ്ങൾ ഉദുർ പറയരുത്, പ്രവാചകന്മാർ തെളിവുമായി വന്നില്ലല്ലോ എന്ന് ജനങ്ങൾ റബ്ബിൻ്റെ അടുക്കൽ കാരണം ബോധ്യപ്പെടുത്തരുത് എന്ന് റഹ്മാനായ റബ്ബ് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ആ പ്രവാചകന്മാരുടെ ദൗത്യം സൂറത്തുൽ ഹദീദിലെ 9-ാമത്തെ ആയത്തിൽ, ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാത്തിൻ ബയ്യിനാത്തിൻ ലിയുഖ്രിജകും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ. ജനങ്ങളെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് തൻ്റെ അടിയാറുകളായിട്ടുള്ള പ്രവാചകന്മാർക്ക് അല്ലാഹു തആല ഈ വ്യക്തമായ മാർഗദർശനം നൽകിയത്. ജനങ്ങൾ ഇരുട്ടിലായിരുന്നു, തമസ്സിലായിരുന്നു ജനങ്ങൾ. അവർ ജ്യോതിസിലേക്ക് കൊണ്ടുവരുവാൻ, പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും അവരവരുടെ ദൗത്യം പൂർത്തിയാക്കിയത് എന്ന് വിശുദ്ധ ഖുർആനിൽ കൃത്യമായ രീതിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആമുഖത്തിൽ സൂചിപ്പിച്ചുവല്ലോ സഹോദരങ്ങളെ, അമ്പിയാക്കന്മാർ ഈ തൗഹീദ് പറയുന്നതോടൊപ്പം തന്നെ ശിർക്കിനെതിരെയും അവർ പോരാടിയെന്നാണ്. അല്ലെങ്കിൽ തൗഹീദ് പറഞ്ഞുകൊണ്ട് മറ്റൊന്നും പറയാതെ മൗനികളായിരുന്നില്ല അമ്പിയാക്കന്മാർ. അള്ളാഹു പഠിപ്പിച്ച സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് അവർ മൗനം അവലംബിച്ചില്ല എന്നാണ് എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തിന്മകൾക്കെതിരെ ശക്തമായി പ്രബോധനം ചെയ്യുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തവരായിരുന്നു അമ്പിയാക്കന്മാരെന്ന് വിശുദ്ധ ഖുർആനിലെ ദശക്കണക്കിന് ആയത്തുകളിൽ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചുരുക്കത്തിൽ പ്രവാചകന്മാർ സമസ്തക്കാരായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. സമസ്തക്കാർ തബ്ലീഗ് ജമാഅത്തുകാരായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. അവരെന്താ പറയുന്നത്? അത് തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ, അവർ പറയുന്ന തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ആ ജനങ്ങൾ ഷിർക്കിനെ ഒഴിവാക്കും. അങ്ങനെയല്ല പ്രവാചകന്മാരുടെ ദൗത്യമെന്ന് പറയുന്നത്. അവർ തൗഹീദ് പറയുന്നതോടൊപ്പം ഷിർക്ക് എന്താണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ കൂടി തൗഹീദ് മനസ്സിലാക്കിയവർ പോലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ആ രീതിയിൽ ജീവിക്കുന്നവരുമായിരുന്നില്ല അമ്പിയാക്കന്മാർ. അവർ വ്യക്തമായ അറിവോടുകൂടിയും വ്യക്തമായ ധാരണയോടുകൂടിയും ബയ്യിനാത്തുകളെ ജനങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്ത ആ പ്രവാചകന്മാരുടെ ചരിത്രമാണ് നമുക്ക് ഖുർആനിൽ കൂടി പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, അവ്വലുർ റസൂലായ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രബോധനത്തിന്റെ പരിണിത ഫലമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സ്വന്തം പിതാവിൽ നിന്നും ശക്തമായ പ്രതിരോധം, ശക്തമായ ഭീഷണി നേരിട്ട ഒരു പ്രവാചകനെയാണ് അവ്വലുർ റസൂലായ നൂഹ് നബിയെ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 26-ാം അധ്യായം സൂറത്ത് ശുഅറ 116-ാമത്തെ ആയത്തിൽ മൗനയായിരുന്നില്ല ആ പ്രവാചകന്മാരെന്ന് തെളിവാണ് ഈ ആയത്തുകൾ.
അള്ളാഹുവിൻ്റെ ആദ്യത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനെതിരെ, ശിർക്കിനെതിരെ, തൗഹീദിന് വേണ്ടി പടപൊരുതിയപ്പോൾ സ്വന്തം പിതാവ് പറയുന്ന ഒരു രംഗമാണ് ഈ ആയത്തിൽ. ഖാലൂ ലഇല്ലം തൻതഹി യാ നൂഹ്, നൂഹേ നീ ഇതിൽ നിന്നും വിരമിച്ചില്ല എങ്കിൽ, നിന്റെ ഈ ദൗത്യമുണ്ടല്ലോ, ഞങ്ങൾ ആരാധിച്ചു വരുന്ന, ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ ഈ നന്മ, അവരുടെ നന്മ എന്ന് പറയുന്ന ഈ കാര്യത്തിനെതിരെ നീ മൗനയായിരുന്നില്ല എങ്കിൽ ലതകൂനന്ന മിനൽ മുജ്രിമീൻ, നിന്നെ കല്ലെറിഞ്ഞാട്ടി ഓടിക്കും. അതാണ് അവ്വലുർ റസൂലിൻ്റെ ആ ഒരു ചരിത്രം. കല്ലെറിഞ്ഞ് നിന്നെ പുറത്താക്കും. ഇബ്രാഹിം നബിയുടെയും ചരിത്രം അതാണ്. 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 46-ാമത്തെ ആയത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മൗനയായിരുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ആ തൗഹീദി പ്രബോധനം അവിടെ കേൾക്കുമ്പോഴേക്കും അവർ വല്ലാതെ ഭയപ്പെട്ടുവെന്നാണ്, വല്ലാതെ അവർ ഭയചകിതരായി എന്ന് വിശുദ്ധ ഖുർആൻ. പിതാവടക്കം ഇബ്രാഹിം നബിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ഇബ്രാഹിം ലഇല്ലം തൻതഹ്. അവിടെയും നോക്കൂ, നീ ഈ ദൗത്യത്തിൽ നിന്നും വിരമിക്കുന്നില്ല എങ്കിൽ, നീ പ്രബോധനത്തിൽ നിന്നും മാറുന്നില്ല എങ്കിൽ ലഅർജുമന്നക വഹ്ജുർനി മലിയ്യാ, കല്ലെറിഞ്ഞ് നിന്നെ ഓട്ടിക്കും. അതുകൊണ്ട് നീ കുറെ കാലത്ത് എന്നിൽ നിന്നും നീ മാറിപ്പോവുക, വിട്ടേച്ച് പോവുക, ഈ നാട്ടിൽ നിന്നും എവിടെയെങ്കിലും പോവുക എന്ന് ആരാ പറയുന്നത്? സ്വന്തം പിതാവ് മകനോട് പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ബഹുമാന്യനായ ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ ഒരു ബന്ധുവിനെ കണ്ടു, കാണുവാൻ പോയി, വീട്ടിൽ തൗഹീദ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ തൗഹീദിലാണ്. തൗഹീദ് ഇന്നതാണ്, ശിർക്ക് ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോഴേക്കും മരിച്ചുപോയി. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. അദ്ദേഹം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പിതാവ് പറഞ്ഞ ഒരു മറുപടിയാണ് പറഞ്ഞത്. കുറച്ച് കാലത്തേക്കെങ്കിലും മോനെ നീ ഇവിടെ നിന്ന് വിട്ടുപോകണം. നോക്കൂ എത്ര സാമ്യതയാണ് എന്ന് മനസ്സിലാക്കണം. ഈ ഷിർക്കിനെതിരെ പറയുമ്പോഴുള്ള സാമ്യത നൂഹ് നബിക്കും ഇബ്രാഹിം നബിക്കും മറ്റുള്ള മുർസലീങ്ങൾക്കും എല്ലാം സംഭവിച്ചതുപോലെ ഇന്നും തൗഹീദ് നിങ്ങൾ പറഞ്ഞാൽ അതേ മറുപടി കേൾക്കേണ്ടി വരും. ഏത് മറുപടി? വഹ്ജുർനി മലിയ്യാ, നീ കുറച്ച് കാലത്തേക്കെങ്കിലും ഇവിടം വിട്ടു പോകണം, നാട്ടിൽ നിന്ന് പോകണം, പലായനം ചെയ്യണം. ഇത് എല്ലാ പ്രവാചകന്മാരും കേട്ട മറുപടിയാണ്. തൗഹീദ് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാതെ വിരളി പൂണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ഇനി ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രവും ഇതിൽ നിന്നും വിഭിന്നമല്ല. തൗഹീദ് പ്രബോധനം ചെയ്ത ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ശത്രുക്കൾ പറഞ്ഞിരുന്ന മറുപടി 11-ാം അധ്യായം സൂറത്തുൽ ഹൂദിലെ 91-ാമത്തെ ആയത്തിൽ കാണാം. വഇന്നാ ലനറാക ഫീനാ ലഈഫാ, ശുഐബേ നീ ദുർബലനാണ്, നീ ദുർബലനാണ്, ഞങ്ങളോട് തൗഹീദ് പറയാൻ നീ ആരാ? നിന്നെ ഞങ്ങൾ ലഈഫായി കാണുകയാണ്. വലൗലാ റഹ്തുക ലനർജുമന്നക്, നിന്റെ കുടുംബമെങ്ങാനും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആട്ടിയോടിക്കുമായിരുന്നു, കല്ലെറിഞ്ഞ് നിന്നെ പുറത്താക്കുമായിരുന്നു. നിന്റെ കുടുംബം ഇവിടെയുണ്ട്. ഇന്ന് നോക്കി, ഇതൊക്കെ ഒരു സാമ്യതയാണ് സഹോദരങ്ങളെ. തൗഹീദ് പറയുമ്പോഴേക്കും ചിലരോട് എന്താ പറയുക? നിന്റെ കുടുംബം, അവരെ ഓർത്തുകൊണ്ടാണ് നിന്നെ വെറുതെ വിടുന്നത്, അല്ലെങ്കിൽ നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ നമ്മുടെ കർണപുടങ്ങളിൽ കേട്ട വാക്കുകളാണ്. അത് ഷിർക്കിന്റെ ആൾക്കാർ എന്നും പറയുന്ന വാക്കുകളാണ്. നിന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നത്, അല്ലെങ്കിൽ കല്ലെറിഞ്ഞു ഓട്ടിക്കും എന്ന് പറഞ്ഞ പ്രവാചകന്മാരുടെ എതിരാളികളുടെ ആ ഒരു ഭീഷണി അന്യസൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും. വമാ അൻത അലൈനാ ബിഅസീസ്, ശുഐബ് നബിയോട് പറയുന്ന മറുപടിയാണ് ആ അക്രമ സമൂഹം. നീ ഞങ്ങൾക്ക് ആരുമല്ല, നീ ഒന്നുമല്ല, നിനക്ക് പ്രതാപമോ നിനക്ക് ശേഷിയോ ഒന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സാമ്പത്തിക സ്ട്രെങ്ത് ഉണ്ട്, ഞങ്ങൾക്ക് അംഗബലം കൂടുതലുണ്ട്, ഞങ്ങൾക്ക് സംഘബലം കൂടുതലുണ്ട്. നീ ഒറ്റപ്പെട്ടവനാണ്, നീ വിരലിലെണ്ണാവുന്ന ആൾക്കാരുമായി കഴിയുന്നവനാണ്. അതുകൊണ്ട് നീ ഇവിടം വിട്ട് പോകണം എന്ന് പ്രവാചകന്മാരോടൊക്കെ പറഞ്ഞത് ഇന്നും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് നോക്കൂ, ഈ അന്ധവിശ്വാസികളുടെ ഒക്കെ ഒരു സ്വഭാവം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഒരു പട്ടണത്തിലേക്ക് ചില പ്രവാചകന്മാർ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രബോധനം നടത്തുമ്പോഴേക്കും ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഷിർക്കിന്റെ പിണിയാളുകൾ, ഷിർക്കിന്റെയും തൗഹീദിന്റെ എതിർശക്തികളായിട്ടുള്ള ആൾക്കാർ ആ പ്രവാചകന്മാരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഖാലൂ ഇന്നാ തതയ്യർനാ ബിക്കും, നിങ്ങൾ ശകുനം ബാധിച്ചവരാണ്. നിങ്ങൾ ഈ നാട്ടിൽ എന്നാണോ കാലുകുത്തിയത് അന്ന് മുതൽ ഇവിടെ ശകുനപ്പിഴയാണ്. ഈ നാട്ടിൽ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. ലഇല്ലം തൻതഹൂ ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. അവർ പറഞ്ഞിരുന്നതാ, തൗഹീദ് പറഞ്ഞിരുന്നവരെ ഈ ശത്രുക്കൾ പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾ ശകുനം ബാധിച്ചവരാണ്, ഈ നാട്ടിൽ നിന്നും പുറത്തു പോകണം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ നൽകിക്കൊണ്ട് കല്ലെറിഞ്ഞു പുറത്താക്കും എന്ന് അമ്പിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞ വാക്കുകളും വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. വിശ്വാസികളെ, ഇന്നും കണ്ടില്ലേ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട് സഹോദരങ്ങളെ. ഈ ആയത്തുകളെല്ലാം ഇന്ന് എത്ര സാമ്യതയുണ്ട് സഹോദരങ്ങളെ. തൗഹീദുമായി ഒരു പ്രദേശത്ത് പോകുമ്പോഴേക്കും ആ തൗഹീദിന്റെ ആൾക്കാരെ കുറിച്ച് എന്താ പറയുക? കുരുത്തം കെട്ടവൻ. ഇത് അമ്പിയാക്കന്മാർ കേട്ട വാക്കുകളാണ്. ലക്ഷണം കെട്ടവൻ. ഈ വാക്കുകൾ കേട്ടവരാണ് അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാർ പ്രബോധനം ചെയ്ത തൗഹീദ് ആരൊക്കെ പറയുമോ അവരെല്ലാവരും കേൾക്കുക തന്നെ ചെയ്യും. അവർ മൗനികളായിരുന്നില്ല. ഒരു തിന്മ കാണുമ്പോഴേക്കും എന്തെങ്കിലും ആയിക്കൊണ്ട് പോയിക്കോട്ടെ എന്നുള്ള ഒരു ദൗത്യമായിരുന്നില്ല പ്രവാചകന്മാരുടെ. ഇത് നമുക്കറിയുമല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം മരിക്കുമ്പോഴേക്കും അവിടെ ഒരു അന്ധവിശ്വാസത്തിന്റെ ആൾക്കാരായി മാറുകയാണ്. സൂര്യഗ്രഹണം സംഭവിക്കുകയാണ്. ഇത് ഇബ്രാഹിം നബിയുടെ വിയോഗത്തിൽ സൂര്യന് പോലും ദുഃഖം ബാധിച്ചു എന്ന് അവിടെയുള്ള ജനങ്ങൾ, സ്വഹാബികൾ അടക്കം പറയുമ്പോഴേക്കും മൗനിയായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിമ്പറിൽ കയറുകയാണ്. ആ അന്ധവിശ്വാസത്തിനെതിരെ ശക്തമായി പ്രബോധനം നടത്തുകയാണ്. ഖുർആനിലെ ആയത്ത് ഉദ്ധരിക്കുകയാണ്. ഒരാളുടെയും ജീവിതമോ മരണമോ കാരണമായി സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുകയില്ല എന്നുള്ള ബോധനം നൽകുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകരുടെ അനുയായികൾ ദാത്വാൻവാത്ത് എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന് ബർക്കത്തുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ വൃക്ഷം അനുവദനീയമാക്കി തരുമോ റസൂലേ എന്ന് ചോദിക്കുമ്പോഴേക്കും മൗനം പാലിച്ചില്ല പ്രവാചകൻ. ശക്തമായി പ്രതികരിച്ചു. നിങ്ങൾ മുൻഗാമികളായിട്ടുള്ളവർ ചെയ്തതുപോലെയുള്ള ഷിർക്കിന്റെ മാർഗമാണല്ലോ നിങ്ങൾ സ്വീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതാണ് പ്രവാചകന്മാരുടെ ദൗത്യം. ബൈഅത്തുർ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ പ്രവാചകനും സ്വഹാബാക്കളും ബൈഅത്ത് ചെയ്തു എന്നുള്ളതിന്റെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി ബർക്കത്ത് തേടിയപ്പോൾ ആ വൃക്ഷത്തെ തന്നെ മുരടോടുകൂടി മുറിച്ചു കളഞ്ഞ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മൗനിയായിരുന്നില്ല. ഒരു സുന്നത്തിനെതിരെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ബിലാൽ ഒരു സുന്നത്തിനെതിരെ പിതാവിനോട് തർക്കിച്ചു. മകൻ അബ്ദുള്ളയോട് മകൻ ബിലാൽ തർക്കിച്ചപ്പോഴേക്കും ശക്തമായി നെഞ്ചിലടിക്കുകയും മരണം വരെയും സംസാരിച്ചിട്ടില്ല എന്ന് ചരിത്രം പറയുമ്പോൾ മഹാന്മാരായ സ്വഹാബികളും മൗനികളായിരുന്നില്ല. നമുക്കും അറിയുമല്ലോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ വിഷയം പറയുവാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. ഇന്നലെ പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കൊല്ലത്ത് നടന്ന ഒരു സംഭവം. ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് ചൂടുള്ള കറിയെടുത്ത് മുഖത്തെ കുടിച്ചു കളഞ്ഞു, മുഖത്തൊഴിച്ചു. എന്തേ സംഭവം? ആ ഭർത്താവ് ഏതോ മുസ്ലിയാക്കന്മാർ കൊടുത്ത ഒരു ചരട്, വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ദാമ്പത്യ ജീവിതത്തിലും വീട്ടിലും ചെറ അസ്വാരസ്യമുണ്ട് എന്ന് അയാൾക്ക് തോന്നി. അദ്ദേഹം എന്ത് ചെയ്തു? ഏതോ മുസ്ലിയാക്കന്മാരുടെ അടുക്കൽ പോയി ഒരു ചരട് മന്ത്രിച്ച് ഊതിക്കൊണ്ട് ഈ ഭാര്യയോട് വന്ന് പറഞ്ഞു, ഇത് നിന്റെ കഴുത്തിൽ കെട്ടണം, നിന്റെ അരയിൽ കെട്ടണം. തൗഹീദ് മനസ്സിലാക്കിയ ആ സഹോദരിയായിരിക്കാം പറഞ്ഞു, ഇത് ഞാൻ കെട്ടില്ല, ഇതിൻ്റെ ആവശ്യമില്ല.
ആ സഹോദരിയാകട്ടെ അടുക്കളയിൽ കറി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ തിളച്ച കറിയെടുത്ത് ആ സഹോദരിയുടെ മുഖത്തൊഴിച്ചത് ഇന്നലെ കൊല്ലം ജില്ലയിലാണ്. എന്തുകൊണ്ടിത് സംഭവിച്ചു? അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായിട്ടുള്ള ഉലമാക്കൾ, പണ്ഡിതന്മാർ ദൗത്യം നിറവേറ്റുന്നില്ല. ചരട് ഇസ്ലാമികമാണോ? മന്ത്രിച്ചൂതിക ചരടും അതുപോലെയുള്ള ഐക്കല്ലും അതുപോലെയുള്ള നൂലുകളും ഇസ്ലാമികമാണോ? നമ്മുടെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് മൗനികളാണ്. കാരണം എന്താ? അതും ഒരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2 രൂപയുടെ നൂല് ഒന്ന് മന്ത്രിച്ചു കൊടുക്കുമ്പോഴേക്കും 500ഉം 1000ഉം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ ഇവരെങ്ങനെയാണ് മൗനികളാകാതിരിക്കുക? നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പ്രസിദ്ധനായ സ്വഹാബിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിൽ ഒരു ചരട് കണ്ടു. അപ്പോഴേക്കും ചോദിക്കുകയാണ്, മാ ഹാദൽ ഖൈത്ത്, ഏതാണ് ഈ ചരട്? ഖുൽതു, സൈനബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൈത്തുൻ ഉർഖിയ ലി ഫീഹി, മന്ത്രിച്ചു കെട്ടിയതാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ ഫഅഖദഹു ഫഖതഅഹു, അതിനെ പിടിച്ച് പൊട്ടിച്ചു കളഞ്ഞു എന്നാണ്. വേറെ ഒരു എക്സ്ക്യൂസും പറഞ്ഞില്ല. കാരണം ഭാര്യയാണല്ലോ, അധികാരമുണ്ടല്ലോ ഭർത്താവിന്. അധികാരമുള്ള ഭർത്താവ് അതിനെ പൊട്ടിച്ചു കളഞ്ഞുവെന്നാണ്. സാധിക്കുമോ സഹോദരങ്ങളെ? നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പ്രഭാഷണം കേൾക്കുന്നവർക്കും അല്ലാത്തവർക്കും തെറ്റെന്ന് കാണുന്ന ഒരു കാര്യം ഭാര്യയിൽ കണ്ടാൽ, മക്കളിൽ കണ്ടാൽ അവകാശമുണ്ടല്ലോ, എന്നിട്ടും മൗനം പാലിക്കുന്ന എത്ര സഹോദരങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ കൈകൊണ്ട് ആ ചരടിനെ പൊട്ടിച്ചുകൊണ്ട് ثم قال عبد الله لقد اصبح آل عبد الله اغنياء عن الشرك, അബ്ദുള്ളയുടെ കുടുംബത്തിന് ഈ ഷിർക്കിന്റെ ആവശ്യമില്ല. അബ്ദുള്ളയുടെ കുടുംബം ഈ ഷിർക്കിനെ തൊട്ട് ധന്യമാണ്. ഷിർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു അധോഗത എൻ്റെ കുടുംബത്തിനില്ല എന്ന് പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൈനബ നിനക്കറിയുമോ പൊന്നാര റസൂലുള്ളാഹ് പറഞ്ഞത്, ഇന്നർ റുഖാ വത്തമായിമ വത്വലത ശിർകുൻ, ഇതെല്ലാം അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. ഈ അസുഖം മാറുവാൻ വേണ്ടി മന്ത്രിച്ചൂതിയ ചരടും പട്ടും നൂലും ഇന്ന് വണ്ടിയുടെ മേലും വാഹനത്തിന്റെ മേലും അതുപോലെ തന്നെ ചില മൃഗങ്ങളുടെയൊക്കെ കഴുത്തിലൊക്കെ കെട്ടിത്തൂക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ അധോഗതി. പണ്ഡിതന്മാർ മൗനികളാണ്, പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റഅ റജുലൻ ഫീ യദിഹി ഹലഖത്തും മിൻ സുഫറിൻ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു ചെമ്പ് വള കാണുകയാണ്. ഇന്നൊക്കെ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോഴേക്കും ചോദിക്കുകയാണ്, മാ ഹാദിഹി ഹൽഖ, ഏതാണ് ഈ വള? നീ ധരിച്ചിരിക്കുന്ന ഈ വള ഏതാണ്? ഹൽഖ ഹാദിഹി മിനൽ വാഹിന, എനിക്ക് ശാരീരികമായി പ്രയാസമുണ്ട്, ഒരു ബലക്ഷയമുണ്ട്, അതിനു വേണ്ടിയുള്ള ഒരു മോചനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വള അണിഞ്ഞിരിക്കുന്നത് എന്ന് ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോഴേക്കും ഇൻസിഹ, പൊട്ടിച്ചുകള, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്ക്, അതിനെ നീ ഊരിക്കള, ഫഇന്നഹാ ലാ തസീദുക ഇല്ലാ വഹന, ഇത് കാരണം നിനക്ക് ബലക്ഷയം കൂടുകയല്ലാതെ കുറയുകയില്ല. ഇതാര് പറയുകയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഇന്നക ലൗ മിത്ത വഹയ അലൈക മാ അഫ്ലഹത അബദാ, നീ ഈ വള ധരിച്ചുകൊണ്ടാണ് നീ മരിച്ചു പോകുന്നുവെങ്കിൽ നീ പരലോകം രക്ഷപ്പെടുകയില്ല. സുബ്ഹാനല്ലാഹ്, എത്ര വ്യക്തമാണ് ഈ കാര്യം. മഹാനായ ഒരു സ്വഹാബി രോഗിയായി കിടക്കുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉകൈം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ ഒരു മനുഷ്യൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ശാരീരികാവസ്ഥ കണ്ടുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉകൈം റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അലാ തുഅല്ലഖു ഷൈആ,
ഒന്ന് മന്ത്രിച്ചൂതിക്കൊണ്ട് കെട്ടിക്കൂടെ? നിന്റെ അരയിലോ നിന്റെ കഴുത്തിലോ നിന്റെ കാലിലോ കയ്യിലോ നിനക്കൊന്ന് കെട്ടിക്കൂടെ? ഒരു ചരട് കെട്ടിക്കൂടെ? അള്ളാന്റെ റസൂലിൽ നിന്നും ദീൻ കേട്ട് മനസ്സിലാക്കിയ അബ്ദുല്ലാഹിബ്നു ഉഖൈം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ മൗതു അഖ്റബു മിൻ ദാലിക്, ഇതിനേക്കാളും എനിക്ക് മരണമാ നല്ലത്. നീ പറയുന്ന ഈ മന്ത്രച്ചൂതിക ചരടുണ്ടല്ലോ, അതിനെ കെട്ടുന്നതിനേക്കാൾ എനിക്ക് മരണം അടുത്തിരിക്കുകയാണ്, അതാണ് നല്ലത്. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉഖൈം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് നീ കേട്ടിട്ടില്ലേ? മൻ തഅല്ലക ശൈഅൻ വകില ഇലൈ, എന്തെങ്കിലും മന്ത്രിച്ച് കിട്ടുന്നവനെ അതിലേക്ക് അല്ലാഹ് ഏൽപ്പിക്കപ്പെടും. ഒരു രക്ഷയും ഉണ്ടാവില്ല, ഒരു വിജയവും ഉണ്ടാവുകയില്ല. അങ്ങനെ എത്ര ചരിത്രം. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രസിദ്ധമാണല്ലോ. ഒരു രോഗിയെ സന്ദർശിക്കുവാൻ വേണ്ടി പോകുമ്പോഴേക്കും ആ രോഗിയുടെ കയ്യിൽ കഴുത്തിൽ ഒരു ചരട് കണ്ടപ്പോഴേക്കും ആ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഫഖതഅഹു, അതിനെ പിടിച്ചു പൊട്ടിച്ചു കളഞ്ഞുവെന്നാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അധികം ആളുകളും ശിർക്ക് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. മുഅ്മിനീങ്ങളിൽ അധികം ആളുകളും വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന അധികം ആളുകളും ഇല്ലാ വഹും മുശ്രിക്കീൻ, അവർ ശിർക്ക് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇത് ആരൊക്കെയാ? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണ് സ്വഹാബികളെ. ആ സ്വഹാബികൾ അവരുടെ ഇപ്പം നമ്മളൊക്കെ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ എത്രയെത്ര ചരടുകൾ കഴുത്തിലും അരയിലുമൊക്കെ കാണും. മൗനം പാലിക്കലല്ലേ നമ്മുടെയൊക്കെ ഒരു ശരാശരി സ്വഭാവം. അങ്ങനെയാണോ സ്വഹാബികൾ? അങ്ങനെയാണോ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നത്? പിടിച്ചു പൊട്ടിച്ചു കളയുവാനുള്ള അധികാരമൊന്നും നാം എടുക്കണ്ട, പക്ഷെ പറയുവാനുള്ള ഒരു അവകാശമെങ്കിലും, ഒരു വിശ്വാസിയല്ലേ, തെറ്റ് കാണുമ്പോൾ അരുതേ എന്ന് പറയുവാനുള്ള ഒരു ആർജവം പോലും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് മുവഹിദാണ് സഹോദരങ്ങളെ? നമ്മൾ എന്ത് മുജാഹിദാണ്, എന്ത് മുസ്ലിമാണ്? അത് പറയേണ്ട ഒരു ബാധ്യത വിശ്വാസികൾക്കുണ്ട്. അത് അനുസരിക്കേണ്ടതും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് അവരുടെ കടമയാണ്. പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഈ സംഭവം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. ആ രോഗിയോട് പറയുകയാണ്, സഹതാപമൊന്നും ഹുദൈഫ റളിയല്ലാഹു അൻഹു പരിഗണിച്ചിട്ടില്ല. ലൗ മിത്ത വഹുവ അലൈക മാ സ്വല്ലൈതു അലൈക, നീ ചരട് കെട്ടിക്കൊണ്ടാണ് നീ മരിക്കുന്നുവെങ്കിൽ നിന്റെ മേൽ നമസ്കാരം പോലും ഞാൻ നിർവഹിക്കുകയില്ല എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇതൊക്കെ ഈമാനിന്റെ ആർജവമാണ്. ഇനി എന്ത് സംഭവിക്കും, അവൻ എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക, എന്നെക്കുറിച്ച് സമൂഹം എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും സ്വഹാബികൾ പരിഗണിച്ചില്ല. പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയുക എന്നുള്ളത് സ്വഹാബാക്കളുടെ ഒരു മുഖമുദ്രയാണ്. നമുക്കറിയുമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ 10 ആൾക്കാർ വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്തുകൊണ്ട് 9 പേർക്കും പ്രവാചകർ ബൈഅത്ത് ചെയ്തു. ഒരാളെ മാറ്റി നിർത്തിയത് കണ്ടപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ബൈഅത 9 വ തറകത ഹാദാ, ഈ ഒരാളെ എന്തിനാ ഒഴിവാക്കിയത്? ഞങ്ങൾ 9 പേർക്കും ബൈഅത്ത് ചെയ്തുകൊണ്ട് ഒരാളെ ഒഴിവാക്കിയത് എന്തിനാ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രവാചകരുടെ മറുപടിയാണ്, ഇന്ന അലൈഹി തമീമത്തൻ, അവന്റെ കയ്യിൽ ചരടുണ്ട്, അവന്റെ ശരീരത്തിൽ ചരടുണ്ട്. എന്നിട്ട് പ്രവാചകർ ഫഅദ്ഖല യദഹു, തന്റെ കൈ ആ ശരീരത്തിലേക്ക് അകത്താക്കിക്കൊണ്ട് ഫഖതഅഹ ഫബായഹു, പൊട്ടിച്ചു കളഞ്ഞു ആ ചരടിനെ. എന്നിട്ട് പ്രവാചകർ ബൈഅത്ത് ചെയ്തു. മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, എന്നിട്ട് പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ആരെങ്കിലും ഐക്കല്ല് കെട്ടിയാൽ, മന്ത്രച്ചൂതിയ ചരടുകൾ കെട്ടിയാൽ അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തവനാണ് എന്ന് സ്വഹാബികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. വിശ്വാസികളെ, ഇതാണ് അമ്പിയാക്കന്മാരുടെ ആ ഒരു ദൗത്യമെന്ന് പറയുന്നത്. ആ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് വിവരമുള്ളവർ, വിജ്ഞാനമുള്ളവർ, ഉലമാക്കൾ. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, നിശ്ചയമായും പണ്ഡിതന്മാരെന്ന് പറയുന്നത് ഉലമാക്കൾ. നമ്മുടെയൊക്കെ ഭാവനയിൽ എന്ന് പറയുമ്പോഴേക്കും ഒരു 25 വർഷം പള്ളി ദർസിൽ പഠിച്ച്
കിതാബായ കിതാബുകളെല്ലാം ഇങ്ങനെ പഠിച്ച് ചർവിത ചർമ്മണമായി മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ആഴത്തിൽ നീന്തി തുടിക്കുന്ന ഉലമാക്കളാണ്, അവരാണ് പണ്ഡിതന്മാരൊക്കെയുള്ള ഒരു ധാരണ ഉണ്ട് സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആനും അള്ളാന്റെ റസൂലും പഠിപ്പിക്കുന്ന ഉലമാക്കൾ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായ ആളാണ്, അള്ളാനെ മനസ്സിലാക്കിയവരാണ് ഉലമാക്കൾ. വിജ്ഞാനമുള്ളവർ അവരാണ്. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ വാരിസുകളാണ്, അനന്തരഗാമികളാണ് പണ്ഡിതന്മാർ. ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറ വലാ ദിർഹമാ, അമ്പിയാക്കൾ ദീനാറോ അല്ലെങ്കിൽ ദിർഹമോ അല്ല അനന്തരാവകാശമാക്കി എടുത്തത്, പിന്നെയോ നിശ്ചയം ഇൽമാണ്, അറിവാണ്. അറിവ് എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ് വിശ്വാസികളെ. പഠിക്കും തോറും കൂടുതൽ പഠിക്കുവാനുള്ള ഒരു വ്യഗ്രത, അള്ളാനെ അറിയും തോറും പഠിക്കുവാനുള്ള ഒരു താല്പര്യം. ഞാനെല്ലാം പഠിച്ചു, ഇനി എന്തിനാ ഞാൻ പഠിക്കുക? അതൊരു അഹങ്കാരത്തിന്റെ വർത്തമാനമാണ്. അതൊരു അഹങ്കാരത്തിന്റെ വർത്തമാനമാണ്. ഇനി എന്തിനാ ഞാൻ പഠിക്കേണ്ടത്? അമ്പിയാക്കന്മാരുടെ വാരിസുകളായിട്ടുള്ള ഈ പണ്ഡിതന്മാരുടെ വ്യതിരിക്തത എന്ന് പറയുന്നത് വിജ്ഞാനമാണ്. ഫമൻ അഖദ ബിഹി അഖദ ബിഹൽ വാഫിർ, ആരെങ്കിലും ആ വിജ്ഞാനം എടുത്താൽ, അത് സ്വീകരിച്ചാൽ മഹത്തായ ഒരു ഓഹരി അവന് ലഭിച്ചുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിജ്ഞാനമുള്ളവർക്ക് മാത്രമേ അള്ളാനെ ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവെന്ന് പറഞ്ഞുവല്ലോ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിൽ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അറിവുള്ളവർ മാത്രമാണ്. അല്ലാതെ പണ്ഡിതന്മാരെന്നുള്ള വീക്ഷണമെന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ല. അള്ളാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പണ്ഡിതന്റെ ഒന്നാമത്തെ ഗുണം. അള്ളാനെ മനസ്സിലാക്കിയവരാണ് റബ്ബിനെ ഭയപ്പെടുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, അമ്പിയാക്കന്മാരുടെ ദൗത്യമെന്ന് പറയുന്നത് തെറ്റ് കാണുമ്പോൾ അരുതേ എന്ന് പറയുവാനും ശരിയായ തൗഹീദിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ചെയ്യുന്ന ആ ഒരു മാർഗമാണ് അമ്പിയാക്കന്മാരുടെ മാർഗം. അവരുടെ അനന്തരാവകാശികളാണ് ഇൽമുള്ളവർ, വിജ്ഞാനമുള്ളവർ, അള്ളാനെ മനസ്സിലാക്കിയവർ. നാം ഓരോരുത്തരും റബ്ബിനെ മനസ്സിലാക്കിയവരാണ്, തൗഹീദ് ഉൾക്കൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ വിജ്ഞാനം പഠിക്കുവാനും അതിനുവേണ്ടി സമ്പാദിക്കുവാനും അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനും നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുക. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.